Hello everyone. So welcome to ATA 24/7 classes. So നിങ്ങൾക്ക് ഇന്ന് RRBയുടെ ഒരു സെഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാനിങ് ആണ് നോക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ATA 24/7 ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ATA 24/7 കാണുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ ക്ലാസ് ലൈവ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലാനിങ് ഇൻ ഇന്ത്യയാണ് നോക്കുന്നത്. ഇപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആവുന്നത്. ഭരണഘടന നിലവിൽ വന്ന ദിവസവും 1950 ജനുവരി 26 അല്ലേ. അങ്ങനെ 1950 മാർച്ച് 15 തന്നെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. തുടർന്ന് 1950 മാർച്ച് 15 തന്നെ രൂപീകരിക്കുന്നുണ്ട് അല്ലേ. അന്ന് രൂപീകരിച്ചതിന് ശേഷം ഏപ്രിൽ ആയപ്പോൾ 1951 ഏപ്രിൽ 1 ആദ്യ പഞ്ചവത്സര പദ്ധതി തുടങ്ങി അല്ലേ. 1951 മുതൽ 56 വരെയാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഉള്ളത്. 1951 ഏപ്രിൽ 1 തന്നെ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതോടുകൂടി ആ യുഗത്തെ വിളിക്കുന്ന പദ്ധതി യുഗം അഥവാ പ്ലാനിംഗ് എറ എന്ന് വിളിക്കും. എന്താണ് പദ്ധതി യുഗം അഥവാ പ്ലാനിംഗ് എറ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ ഏപ്രിൽ 1 1951 തുടങ്ങിയതിനു ശേഷമാണ് പ്ലാനിംഗ് എറ അല്ലെങ്കിൽ പദ്ധതി യുഗം എന്ന് വിളിക്കപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യ എവിടെ നിന്നാണ് ഈ പ്ലാനിംഗ് എടുക്കുന്നത്, ഈ ആശയം എവിടെ നിന്ന് വരുന്നു അല്ലെ. ഇന്ത്യയിലെ പ്ലാനിംഗ് എന്ന ആശയം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വിശ്വേശ്വരയ്യ ഈ ആശയം വെക്കുന്നുണ്ട്. എന്നാൽ ഈ നമ്മൾ ഈ പ്ലാനിംഗ് ആസൂത്രണം എന്നൊരു ആശയം ഒരു രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഏതാണ് ആ രാജ്യം? ആ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്, USSRയുമായി ആണ് അത് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ഇന്നത് പല റിപ്പബ്ലിക്കുകളായി പിരിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊരു രാജ്യമാണ് റഷ്യ, യുക്രൈൻ, ഇങ്ങനെ പലതായിട്ട് ഇത് പിളർന്നു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ USSRയുമായിട്ടാണ് നമ്മളിത് കടപ്പെട്ടിരിക്കുന്നത്, അവിടെയാണ് അല്ലേ. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ അല്ലെങ്കിൽ USSRൽ ആദ്യത്തെ ഈ പദ്ധതി നടപ്പിലാക്കിയവരാണ് അല്ലേ. ആരാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്? അദ്ദേഹത്തിൻ്റെ പേരാണ് ജോസഫ് സ്റ്റാലിൻ. ജോസഫ് സ്റ്റാലിൻ. ജോസഫ് സ്റ്റാലിനാണ് ഇത് തുടക്കമിടുന്ന അവിടെയാണ് അല്ലേ. അപ്പോൾ ഈ 5 വർഷത്തേക്കുള്ള പ്ലാനിങ്, ഒരു 5 വർഷം നമുക്ക് പ്ലാൻ ചെയ്യാം, വർഷത്തേക്കുള്ള സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം സോവിയറ്റ് യൂണിയനിൽ നിന്ന് എടുത്തത് ആരുടെ സ്വാധീനമാണ് അല്ലെ. ആരുടെയും ഒരു സ്വാധീനം വേണ്ടേ. അതെടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു ആശയമായിരുന്നു. നമുക്ക് 5 വർഷത്തേക്ക് പ്ലാൻ ചെയ്യാം, 5 വർഷത്തേക്ക് ഇങ്ങനെ ചെയ്യാമെന്നത് നെഹ്റുവിൻ്റെ ആശയമായിരുന്നു എന്ന് ഓർക്കുക അല്ലേ. ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യത്തിന് എന്ത് വേണം അല്ലേ. വേണ്ടത് അവിടെ നല്ലൊരു ഹെവി എൻജിനീയറിങ്, ഗവേഷണം, വിദ്യാഭ്യാസം അല്ലേ, ആധുനിക രീതിയിലുള്ള ആവശ്യകതകൾ ഇന്ത്യക്ക് വേണം എന്ന് പറഞ്ഞൊരു വ്യക്തി ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. താൻ പറഞ്ഞ ബുക്ക് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ബുക്കിലാണ് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. അതായത് ആധുനികമായ ആശയങ്ങൾ അല്ലേ. നെഹ്റു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഡാംസ് ആർ ദ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഡാമുകളാണ്. കാരണം ഡാം ഉണ്ടെങ്കിൽ കൃഷി നടക്കൂ, വൈദ്യുതി നടക്കത്തുള്ളൂ. നമ്മൾ ജീവനോടിരിക്കുന്നത് ഡാമുകൾക്കും നല്ല സ്വാധീനമുണ്ട് അല്ലേ. അതുകൊണ്ട് അതായിരിക്കണം ടെമ്പിൾ. അല്ലാതെ ഒരു കല്ല് കൊണ്ട് വെച്ച് അതിനെ ദൈവം എന്ന് വിളിക്കുന്നതാകരുത് എന്നൊരു ആശയം ആരുടെ ആയിരുന്നു? അത് നെഹ്റു തന്നെ പറയും. ഡാംസ് ആർ ദ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ അല്ലേ. അങ്ങനെ താനാണ് ഈ ഒരു ആസൂത്രണം എന്നൊരു ആശയം മുമ്പോട്ട് വയ്ക്കുന്നത്, നെഹ്റു വയ്ക്കുന്നുണ്ട്. എന്താണ് ഈ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്? എന്താണ് സാമ്പത്തിക ആസൂത്രണം അല്ലേ? അതായത് വിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു 10 കിലോ അരി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? എല്ലാം ഒറ്റയടിക്ക് ഒരു ദിവസം ഇടരുത്. പിന്നെയോ ഒരു ദിവസം ഇത്ര അംഗങ്ങളുണ്ട്, ഇന്ന് അംഗങ്ങളില്ല, പോയിരിക്കുന്നു, വരും, കുറച്ച് ആൾക്കാർ കൂടുതൽ വരും, ഇതൊക്കെ നോക്കിയിട്ടാണ് വെക്കുന്നത് അല്ലേ. അരി എന്ന വിഭവത്തെ ഫലപ്രദമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. വീട്ടിൽ കുക്ക് ചെയ്യുന്നത് അമ്മയായിരിക്കാം, ഇല്ല അച്ഛനായിരിക്കാം, ആരായാലും അല്ലേ, ഇല്ല കുട്ടികളുമായി ചേർന്നായിരിക്കും, ആരായാലും അവിടെ ഒരു പ്ലാനിങ് ഉണ്ട് അല്ലേ. അപ്പോൾ വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ വികസിപ്പിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള
ഇന്ത്യൻ സർക്കാരിൻ്റെ ദീർഘകാല പദ്ധതി, ഹ്രസ്വകാലമല്ല ദീർഘകാല പദ്ധതികളെ വിവരിക്കാൻ സാമ്പത്തിക ആസൂത്രണം എന്ന പദം ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഇത് വരുന്നത് അല്ലേ. ഇനി എന്താണ് പ്ലാൻഡ് ഇക്കണോമി, എന്താണ് ആസൂത്രണ സമ്പദ് വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സംസ്ഥാനത്തെ രാജ്യത്തിൻ്റെ ഭാഗമായി നയിക്കുന്ന ഒന്നാണ്, ഉടമസ്ഥതയിൽ രാജ്യത്തിൻ്റെ ഉടമസ്ഥതയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് അല്ലേ. അപ്പം ആസൂത്രണത്തിൻ്റെ സമീപനങ്ങൾ ഏതൊക്കെ രീതിയിൽ? ഒന്ന്, മേഖല ആസൂത്രണം. അത് ചോദിക്കുക. എന്നാൽ മേഖല എന്ന് പറഞ്ഞാൽ ഓരോ മേഖല, കാർഷിക മേഖല, ജലസേചനം, ഉൽപ്പാദനം, വൈദ്യുതി, നിർമ്മാണം, ഗതാഗതം, വിനിമയം, ആശയവിനിമയം, സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ, സേവനങ്ങൾ എന്നിവ ഇങ്ങനെ നോക്കും. ഇപ്പോൾ കാർഷിക മേഖല ഇത്ര പ്രാധാന്യം കൊടുക്കണം അല്ലേ. അതിനാണ് എന്താണ് മേഖല ആസൂത്രണം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ മേഖല ആസൂത്രണം എന്നൊരു തന്ത്രമായിരുന്നു, ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ എന്തായിരുന്നു മേഖല ആസൂത്രണം പറയുന്നത്, മേഖല ആസൂത്രണം അല്ലേ. രണ്ടാമത് ഏതാണ്? റീജിയണൽ പ്ലാനിങ്. അതൊരു പ്രാദേശിക വികസനമാണ്, ഏതെങ്കിലും ഒരു പ്രദേശം എടുത്തിട്ട് ചെയ്തതാണ് ഈ പറയുന്നത് റീജിയണൽ പ്ലാനിങ് എന്ന് പറയും. അടുത്ത ഏതാണ്? ടാർഗറ്റ് ഏരിയ ആസൂത്രണം. ടാർഗറ്റ് ഏരിയ ആസൂത്രണം അതും ഇന്ത്യയിലെ പ്ലാനിങ്ങിലുള്ളതാണ്, 5 ഇയർ പ്ലാനിൻ്റെ അകത്ത് വരുന്നതാണ്. ടാർഗറ്റ് ഏരിയ ആസൂത്രണം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ പ്രശ്നങ്ങൾ എടുക്കും. ഫോർ എക്സാമ്പിൾ മരുഭൂമി, രാജസ്ഥാൻ മരുഭൂമിയാണെങ്കിൽ ആ ഏരിയയിൽ എന്തൊക്കെ അവിടെ ഉപജീവനത്തിനുള്ള മാർഗ്ഗങ്ങൾ കൂട്ടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. ഇപ്പോൾ കമാൻഡ് ഏരിയ വികസന പരിപാടി, വരൾച്ച ബാധിത പ്രദേശ വികസന പരിപാടി, മരുഭൂമി വികസന പരിപാടി, ഹിൽ ഏരിയ വികസന പരിപാടി, ഇങ്ങനെ പലതുമാണ് ഇതിൽ വരുന്നത്, പലതും വരാറുണ്ട് അല്ലേ. ഇനി ആസൂത്രണ തന്ത്രങ്ങൾ. ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഓരോ ആസൂത്രണത്തിലും ഓരോരോ തന്ത്രങ്ങൾ ചേർന്നിട്ടാണ് അല്ലേ, ഓരോന്നിലും ഓരോന്നും, എല്ലാം ഒരുപോലല്ല. ഒന്നാണ് ഹാരോഡ് ദോമർ തന്ത്രം. ഹാരോഡ് ദോമർ തന്ത്രം എന്താണ്? ഹാരോഡ് ദോമർ തന്ത്രം അല്ലേ. ഹാരോഡ് ദോമർ തന്ത്രം എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ തന്ത്രം കൂടുതലും നമ്മുടെ ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ സ്വാധീനിച്ചത് ഹാരോഡ് ദോമർ തന്ത്രമാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ സ്വാധീനിച്ചത് ഏതാണ്? ഹാരോഡ് ദോമർ തന്ത്രമാണ് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയത് അല്ലേ. ഇതെന്താണ്? അതായത് മൂലധനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അതുവഴി ദേശീയ വരുമാനം കൂട്ടുക, ഇങ്ങനെയുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിരിക്കുന്നത്. അടുത്തൊരു തന്ത്രമാണ് നെഹ്റു മഹാലനോബിസ് തന്ത്രം. നെഹ്റു മഹാലനോബിസ് തന്ത്രം. നെഹ്റു മഹാലനോബിസ് തന്ത്രം എന്ന് പറയുന്നത് അതായത് ഈ ഉൽപ്പന്നങ്ങൾ അല്ലേ, ഉപഭോക്തൃ മേഖലയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് ഇവർ പറയുന്ന ഇതാണ്, പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അല്ലേ. അതായത് സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ പോകണ്ട എന്നുള്ള ഒരു ആശയമാണ് ഈ പറയുന്ന നെഹ്റു മഹാലനോബിസ് തന്ത്രത്തിൽ വരുന്ന. അങ്ങനെയാണ് നെഹ്റു മഹാലനോബിസ് തന്ത്രത്തിൽ വരുന്ന എന്താണ്? ഇത് തന്നെയാണ്. എന്താണ്? പൊതു മേഖലയ്ക്ക് റഷ്യൻ അനുഭവമൊക്കെയാണ് ഇതിൽ സ്വാധീനിച്ചിരിക്കുന്നത്. അടുത്തത് ഗാന്ധിയൻ തന്ത്രം അല്ലേ. 1944 ആചാര്യ ശ്രീമാൻ നാരായൺ അഗർവാളാണ് തൻ്റെ ഗാന്ധിയൻ പദ്ധതിയിൽ ഇത് പറയുന്നത്. ആരാണ്? ആചാര്യ ശ്രീമാൻ നാരായണ അഗർവാൾ. ആചാര്യ ശ്രീമാൻ നാരായണ അഗർവാളാണ് ഇത് കൊണ്ടുവരുന്നത്. ഇദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അടിസ്ഥാന ജീവിത നിലവാരം പ്രദാനം ചെയ്യുന്നതിനായി ജനങ്ങളുടെ ഭൗതികം സാംസ്കാരികമായ നിലവാരം ഉയർത്തുക, കൃഷി, ശാസ്ത്രീയ വികസനം, കുടിൽ ഗ്രാമ വ്യവസായം അല്ലേ, ദ്രുതഗതിയിലുള്ള വളർച്ച, ഇതൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് ഗാന്ധിയൻ തന്ത്രം അല്ലേ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇനി അടുത്തത് LPG തന്ത്രം. LPG തന്ത്രം ഇത് ഇന്ത്യ 1991 മുതൽ ഇന്ന് വരെ ഫോളോ ചെയ്യുന്നതാണ് LPG തന്ത്രം അല്ലേ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPG ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇന്ത്യയിലെ ഏറ്റവും പ്രസക്തിയുള്ള ഇന്ന് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് LPG ആണല്ലോ. സ്വകാര്യവൽക്കരണവും ആധുനികവൽക്കരണവും ഈ ഉദാരവൽക്കരണവുമാണ് ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൊണ്ടുവരാനും ഇതിനെ കഴിഞ്ഞുള്ളൂ. അതുവരെ ഉള്ള തന്ത്രങ്ങളെല്ലാം സോഷ്യലിസ്റ്റ് ആശയമായിരുന്നു. സോഷ്യലിസ്റ്റ് ആശയം എന്നത് ഒരു സാമ്പത്തിക അന്ധവിശ്വാസം, സോഷ്യലിസം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക അന്ധവിശ്വാസമായിരുന്നു അല്ലേ. ഈ മതങ്ങൾ സ്വർഗമുണ്ട് എന്ന് പറയുന്ന പോലെ ഭൂമിയിൽ സ്വർഗം തരാമെന്ന് പറഞ്ഞാൽ അവർ വന്ന് പരാജയപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തെ വളർത്തണമെങ്കിൽ സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയും മുതലാളിത്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇപ്പം
നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അമേരിക്കയിലും ജർമ്മനിയിലേക്കും കാനഡയിലും ഇവരൊക്കെ ഏതാ മുതലാളിത്ത മൂലധന വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായ സ്വതന്ത്ര കമ്പോള വ്യവസ്ഥിതി ഫോളോ ചെയ്യുന്നതാണ് അല്ലേ. ബഹിരാഷ്ട്ര കുത്തകൾ ഇന്ത്യയിൽ വന്നെങ്കിൽ മാത്രമേ ഇവിടെ തൊഴിലവസരങ്ങളും വളർച്ചയും സാധിക്കത്തുള്ളൂ അല്ലേ. LPG അല്ലെങ്കിൽ LPG തന്ത്രം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷമാണ് ബഹുരാഷ്ട്ര കുത്തകകളും മുതലാളിത്ത നിക്ഷേപങ്ങളും മൂലധന നിക്ഷേപങ്ങളും പലതും ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതുകൊണ്ടാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് മാറ്റം വന്നത്. അതുവരെ നമ്മൾ വളരെ പിറകിലും ബുദ്ധിമുട്ടാണ്. 91 നമ്മൾ കഷ്ടം അനുഭവിച്ചു. ഈ ഒരു പ്ലാനാണ് നമ്മളെ മാറ്റിയത്. അതായത് സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുക അല്ലേ. സ്വകാര്യ മേഖല ഇന്നിപ്പോൾ ഇന്ത്യ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റഴിക്കുന്നുണ്ട് അല്ലേ. കാരണം ഗവൺമെൻറ് ബിസിനസ് ചെയ്യേണ്ട, ബിസിനസ്സിന് സഹായിയായാൽ മതി അല്ലേ. പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും നഷ്ടത്തിൽ പോകുന്നു. ഇപ്പോൾ KSRTC പോകുന്ന പോലെ പല രീതിയിലും പോകുന്നു. അങ്ങനെയാണ് 1991 റാവോ മൻമോഹൻ പ്ലാൻ. PV നരസിംഹ പ്രധാനമന്ത്രിയായിരിക്കുന്നു. മൻമോഹൻ സിംഗ് അല്ലേ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ഇക്കണോമിസ്റ്റ് അല്ല, ലോകം കണ്ട ഏറ്റവും വലിയ ഇക്കണോമിസ്റ്റായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇത് നടപ്പിലാക്കുന്നു. ഇത് പിന്നെ വന്ന ഗവൺമെൻറ്റുകൾ, വാജ്പേയി ആയാലും പിന്നെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയാലും ഇപ്പോഴത്തെ ഗവൺമെൻറ് ആയാലും ഇത് തുടർന്ന് പോകുന്നുണ്ട്. കാരണം ബഹുരാഷ്ട്ര കുത്തകളും മുതലാളിത്ത മൂലധന വ്യവസ്ഥിതിക്കാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്താൻ, അതുവഴി സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്താനും കഴിയുന്നത് അല്ലേ. അപ്പോൾ ഇനി അടുത്ത് ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം തുടക്കമാണ്. അപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ഈ പറയുന്ന 1930കളിൽ തന്നെ ആസൂത്രണ സമ്പദ് വ്യവസ്ഥ എന്ന ആശയം സോവിയറ്റ് യൂണിയനെ നമ്മളെ സ്വാധീനിച്ചിരുന്നു അല്ലേ. 1934 സർ എം വിശ്വേശ്വരയ്യ എഴുതിയ ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നൊരു പുസ്തകമുണ്ട്. അതിലൊരു താൻ പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിൽ എങ്ങനെ ആയിരിക്കണമെന്നും അടുത്ത 10 വർഷത്തേക്കുള്ള പദ്ധതിയാണ് ഇദ്ദേഹം വെച്ച് എത്രയാണ് 10. കൃഷിക്കും മറ്റ് വ്യവസായങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്ലാനാണ് വിശ്വേശ്വരയ്യ അല്ലെങ്കിൽ മോശഗുണ്ടം വിശ്വേശ്വരയ്യ മുമ്പോട്ട് വയ്ക്കുന്നത് അല്ലേ. ഇനി അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനം വരുന്നുണ്ട്. 36 കോൺഗ്രസിൻ്റെ ഫൈസ്പൂർ സമ്മേളനത്തിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സാമ്പത്തിക വീക്ഷണം വികസിക്കുന്നത് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനമായിരുന്നു അല്ലേ. കൂടാതെ ദേശീയ ആസൂത്രണ സമിതി വരുന്നുണ്ട്, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയൊക്കെ ആ സമയത്ത് വരുന്നുണ്ട്. ഇവർ ആ ഒരു ടൈമിൽ ഒരു ആസൂത്രണ കമ്മിറ്റി വരികയും അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഇവർ ഒരു പ്ലാനിംഗ് രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് ബോംബെ പ്ലാൻ വരുന്നുണ്ട്. അന്ന് JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്, ലാലാ ശ്രീറാം, കസ്തൂർബായ്, ലാൽബായ്, AD ഷ്രോഫ്, ആർദേശിൽ ദലാൽ, ജോൺ മത്ത എന്നീ 8 ബോംബെ വ്യവസായികൾ ചേർന്ന് കൊണ്ടുവന്നതാണ് ഏതാണ് ഈ പറയുന്ന ഒരു പദ്ധതി. അതായത് ബോംബെ പ്ലാൻ വരുന്നുണ്ട് ഇല്ലേ. ഇതിൽ ദേശീയ വരുമാനം ഇരട്ടിയാക്കാനും ഒക്കെയുമുള്ള വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അടുത്തതിന് ഇന്ത്യയിലുള്ളത് ജനകീയ പദ്ധതി. മാനവേന്ദ്രനാഥ റോയ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു നേതാക്കന്മാരിൽ ഒരാളായിരുന്നു MN റോയ്. MN റോയിയാണ് ഇതിലൊരു ജനകീയ പദ്ധതി കൊണ്ടുവന്നത് അല്ലേ. 10 വർഷത്തേക്കാണ് ഇതിൻ്റെ തന്ത്രം പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി ഗാന്ധിയൻ പദ്ധതി വാർധ കൊമേഴ്സ്യൽ പ്രിൻസിപ്പളായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീമാൻ നാരായൺ അഗർവാൾ ഒരു ഗാന്ധിയൻ പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. കുടിൽ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള പദ്ധതിയായിരുന്നു ഗാന്ധിയൻ പദ്ധതി എന്ന് പറയുന്നത്. കൂടാതെ സർവോദയ പദ്ധതി 1951 ലോക്നായക് JP ജയപ്രകാശ് നാരായൺ കൊണ്ടുവരുന്നതായിരുന്നു സർവോദയ പദ്ധതി എന്ന് പറയും അല്ലേ. സോ ഇങ്ങനെയൊക്കെയാണ് പദ്ധതിയുടെ തുടക്കം. ഇത് കഴിഞ്ഞ് ആസൂത്രണ വികസന വകുപ്പ് 1944 ഓഗസ്റ്റ് വരുന്നുണ്ട്. 46 ഒരു ഉപദേശക സമിതി വരുന്നുണ്ട് ഇല്ലേ. പദ്ധതികളും അതിൻ്റെ ഭാവി വിലയിരുത്താൻ ഉപദേശക സമിതി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണ പദ്ധതിയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാക്റ്റൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.